നമ്മളിത് ചരട് വെച്ച് നമുക്ക് അവിടെ മുഴക്കോലൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചരട് വെച്ച് ക്ലിയർ ആക്കിയാൽ തന്നെ പക്ക മുഴക്കോല് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെയാണ്. ഒരു സൈഡാണ് ശരിക്കും തൂക്ക് കിട്ടുള്ളൂ, കാരണം മറു സൈഡിൽ ചെറിയ വ്യത്യാസം കാണിക്കും, കാരണം അളവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ജാളി ടെറാക്കോട്ടയുടെ ജാളിയാണ്. ജാളി ഫിറ്റ് ചെയ്യുന്നതിനാണ് ഒന്നെങ്കിൽ ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. രണ്ട് സൈഡും പിന്നെ മുകളിൽ ആംഗ്ലെയറാണ്. അപ്പോൾ നമുക്കിത് ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിൻ്റെ ജാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒരു മറ സൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലെ ജനലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അത് രണ്ട് സൈഡും ആംഗ്ലെയർ കൊടുത്ത് ചേർത്ത് നല്ല തൂക്കിട്ടാണ് ഒരു ആംഗ്ലെയർ സെറ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സെറ്റാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ടെറാക്കോട്ട ജാളി ഫിറ്റ് ചെയ്യുന്നതിന് ഗമ്മ് ഉപയോഗിച്ചിരിക്കുന്നത് MIKയുടെ ലാറ്റക്രേറ്റിൻ്റെ ഗമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫിറ്റിങ്ങിനുള്ള അവിടെ പ്രതലം ലെവലാണെന്ന് നോക്കുക. അപ്പോൾ കുറേ കുഴപ്പമില്ല, കറക്റ്റ് ലെവൽ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് പുരക്കണം എന്തെങ്കിലും വെച്ച് ലെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് എഡ്ജ് ക്ലിയർ ആവുന്നതിന് വേണ്ടി ചരടാണ് യൂസ് ചെയ്യുന്നത്, തൂക്കിട്ട് ആംഗ്ലെയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാളി. അതിൻ്റെ നല്ലൊരു ക്വാളിറ്റിയുള്ള ജാളിയാണ്. അപ്പോൾ അതിൻ്റെ അളവ് വരുന്നത് 6.5 സെൻറ്റി. ഇനി നമുക്ക് ആ ആംഗ്ലെയറിൻ്റെ അവിടെ എത്രയാണ് വരുന്നതെന്ന് നോക്കാം. 8 സെൻറ്റിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്ലിയറാക്കി കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ സ്പേസറിട്ട് വേണമെങ്കിൽ വെക്കാം, നമ്മൾ സ്പേസറിട്ട് വെച്ചില്ല, കാരണം ചെറിയ ഒരുപാട് അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ജാളിയിലുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വേണമെന്നില്ല, വേണമെങ്കിൽ സ്പേസറിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് പോകാം. എന്നാലും ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഫ്രണ്ടിൽ പട്ട കറക്റ്റായിട്ട് തൂക്കിട്ട് വെച്ചിരുന്നതായതുകൊണ്ട് ചരട് തന്നെ കറക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് തന്നെ ഓരോ പീസും വെച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗമ്മ് വെക്കുമ്പോഴത്തേക്ക് ക്ലിയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോയിൻറ്റുകൾ ഒരുപാട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മാത്രമേ ഫില്ല് ചെയ്താൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സാധാരണ ഇത് ജാളി ഫിറ്റ് ചെയ്യുന്ന ഫ്രണ്ടിൽ ഇച്ചിരി പുതിയ പഴയ നേരത്തെ പണ്ടൊക്കെ ഉള്ള വീടുകളിലൊക്കെ ജാളി ഫിറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് ഇപ്പോൾ എല്ലാ വീടുകളിലും പഴമ പുതിയതായിട്ട് വരുന്നുണ്ട് മോടി പിടിപ്പിക്കുന്നതിന്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ജാളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈനുകളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് വെച്ച് പോകുന്നത്. നമ്മൾ ഇതേപോലെ ഗമ്മ് ഓരോ സൈഡിലും കൃത്യമായി തന്നെ വെക്കാനുള്ള അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഒരുപാട് സൈഡൊന്നും ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഫില്ലിംഗ് ആയിട്ട് തന്നെ നമുക്ക് സൈഡ് ഫില്ല് ചെയ്യാതെ നമുക്ക് അധികം ഫില്ലിങ് വരില്ല, നമുക്ക് ക്ലിയറായിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 2ാം നിലയുടെ മുകളിലായിട്ടാണ്. ഓപ്പൺ ഏരിയയിലാണ് കൂടുതലും ഇത് ചെയ്യാറ്, കാരണം നമ്മുടെ അകത്തോ റൂമുകളിലോ ഹാളുകളിലോ അങ്ങനെ ചെയ്യാറില്ല, കാരണം ഇതിന് അത്രയൊരു സപ്പോർട്ട് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുറമേ ഒരു ഷോയ്ക്ക് വേണ്ടിയൊക്കെയാണ് ജാളി സാധാരണ ഫിറ്റ് ചെയ്യാറുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ച് പിടിക്കാനുള്ള സെറ്റപ്പേ ഉള്ളൂ. അപ്പുറ സൈഡ് വേറെ നിന്ന് പിടിക്കാനോ ഒന്നും പറ്റില്ല, കാരണം ഈ ഒരു ജാളിയുടെ ഫിറ്റിങ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായതാണ് ഈ വീടിൻ്റെ. അപ്പം വേറെ ആളിനെ കൂട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ജാളി മാത്രമാണ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ക്യാമറാമാനോ ആരും ഒന്നും ഇല്ല, നമ്മൾ സ്റ്റാൻഡിൽ തന്നെ വെച്ച് വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാണ് അടുത്ത് ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ അതേപോലെ സീറ്റിംഗ് ആയിട്ട് വെച്ചതുകൊണ്ട് ഒരുപാട് ഫില്ലിംഗ് ഉണ്ടാവില്ല, ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഓരോ പീസും വെച്ച് കഴിയുമ്പോൾ തന്നെ കൃത്യമായി അത് എഡ്ജ് ക്ലിയറായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കുറവുണ്ട്. അല്ലാണ്ട് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടച്ചാൽ പോകാൻ പാടാവും, പിന്നെ ഒരുപാട് അമർത്തിയൊക്കെ തുടക്കേണ്ടതൊക്കെ ആയിട്ട് വരും, മൊത്തം കുളമാവും. അപ്പോൾ ഓരോ പീസ് ക്ലിയറായിട്ട് വെച്ച് കഴിയുമ്പോൾ ഓരോ പീസ് സൈഡ് ക്ലിയറാക്കി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പണി അത്ര എളുപ്പമുണ്ട്, പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചരട് വെച്ച്, കാരണം ആംഗ്ലെയർ കൃത്യമാണ് തൂക്ക്. അപ്പോൾ നമ്മളിത് ചരട് വെച്ച് നമുക്ക് അവിടെ മുഴക്കോലൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചരട് വെച്ച് ക്ലിയർ ആക്കിയാൽ തന്നെ പക്ക മുഴക്കോല് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലിയറായിട്ട് തന്നെയാണ്. ഒരു സൈഡാണ് ശരിക്കും തൂക്ക് കിട്ടുള്ളൂ, കാരണം മറു സൈഡിൽ ചെറിയ വ്യത്യാസം കാണിക്കും, കാരണം അളവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. നമ്മളിത് ചരട് വെച്ച് ക്ലിയറായിട്ട് മുഴക്കോല് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചെന്നുള്ളൂ, മുഴക്കോല് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലിയറായിട്ട് തന്നെ നമ്മൾ ചരട് വെച്ച് ക്ലിയറാക്കി തന്നെ പോയതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്, നല്ല ജോയിൻറ്റുകളൊക്കെ നല്ല പക്കയായിട്ട്. ആംഗ്ലെയറിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ അളവ് തന്നെ കൊടുത്തിട്ട് ഇതവർ കറക്റ്റായിട്ട് ആംഗ്ലെയർ സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല, കാരണം ജാളി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് വന്ന് അതിൻ്റെ ഒരു അഭംഗിയാണ്.
ജാളി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫുൾ പീസ് ആയിട്ട് തന്നെ വെച്ച് ക്ലിയറായിട്ട് വെക്കാൻ പാകത്തിന് ഒരു ഏരിയ കണ്ടെത്തുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ഡിസൈന് കണ്ടിന്യൂവേഷൻ കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ പീസ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ വെറുതെ അഭംഗിയാവും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ഫിനിഷ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.